ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ആർക്കേനിക്സ്. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ ബോട്ടണീന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രാക്ടിക്കൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ബോട്ടണി പ്രാക്ടിക്കൽസ് കുറെ പേർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്കൂൾസിലും ഇനിയും മെയിൻ എക്സാം കഴിഞ്ഞിട്ടില്ല. ഈ വീക്കിലും അടുത്ത വീക്കിലും അതുപോലെ ഫെബ്രുവരി ഒരു 11th വരെയൊക്കെ നമുക്ക് ഡേറ്റ് ഉണ്ട്. അതിന്റെ ഇടയിലാണ് ഓരോ സ്കൂൾസിൽ ഇങ്ങനെ പ്രാക്ടിക്കൽ എക്സാംസ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡേറ്റ് തന്നിട്ടുണ്ടാവും, അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ ബോട്ടണി വരുന്നത് 1.5 hours ആണ്. അതുപോലെ 20 മാർക്കാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലെ. അപ്പൊ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഏതാണ്, ഒരു സ്പെസിമെൻ തന്നിട്ടുണ്ടായിരിക്കും, ഒരു സ്പെസിമെൻ എ. അപ്പൊ സ്പെസിമെൻ എ എന്ന് പറയുന്നത് ആരൊക്കെയാണ്, നമ്മുടെ ഡൈക്കോട്ട് സ്റ്റെം വരാം, അല്ലെങ്കിൽ എന്താണ് ഡൈക്കോട്ട് സ്റ്റെം വരാം, ഓർ ഡൈക്കോട്ട് റൂട്ട് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പിന്നെ നമുക്കുള്ളത് മോണോകോട്ട് സ്റ്റെം ആണ് ആൻഡ് അതുപോലെ തന്നെ മോണോകോട്ട് റൂട്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നിങ്ങളോട് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾ സ്ലൈഡ് എടുക്കുക, ഐഡന്റിഫൈ ചെയ്യുക. അത് ഐഡന്റിഫൈ ചെയ്തിട്ട് നീറ്റ് ആയിട്ടുള്ള ലേബിൾഡ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം നിങ്ങൾ വരയ്ക്കുക. പിന്നെ ആ ഒരു സ്ലൈഡ് പ്രിപ്പറേഷനും നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്, അതുകൊണ്ട് ആ സ്ലൈഡ് നിങ്ങൾ എക്സാമിനറിനെ കാണിക്കാൻ വിട്ടുപോകരുത്. അത് കൃത്യമായിട്ട് തന്നെ വിളിച്ച് കാണിച്ചു കൊടുക്കുക. ഓക്കെ, യെസ്, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിന് നമ്മുടെ സ്കോർ എന്ന് പറയുന്നത് 6 മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അവിടെ നിങ്ങൾ വെറുതെ സമയം കളയുകയും ചെയ്യരുത്, പെട്ടെന്ന് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടാതെയാവും. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. ഏതാണ്, ബിയും സിയും ആണ്, സ്പോട്ടഡ് സൈറ്റ് ആണ്. അപ്പൊ അവിടെ ബിയിലും സിയിലും നിങ്ങളോട് ഒന്നെങ്കിൽ ബിയിൽ വരുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് എന്തൊക്കെയാണ്, നമ്മുടെ മൈക്രോസ്കോപ്പിക് അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്, സ്പെസിമെൻസ് ആണ്. അത് ഏതെങ്കിലും ഒന്ന് നിങ്ങളോട് ചോദിക്കും, അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും ബിയിൽ. അത് ഏതാണെന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അതിന് ഇതേപോലെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് നമുക്കൊരു 1 മാർക്ക് ഉണ്ട്. അതുപോലെ റീസൺ എഴുതുന്നതിനും നമ്മൾ റീസൺസിനും 1 മാർക്ക് ഉണ്ട്. അങ്ങനെ 2 മാർക്കാണ് ടോട്ടലി വരുന്നത്, ബിനും സിനും കൂടെ കൂടിയിട്ട്. ഓക്കെ, അപ്പൊ സിയിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ബയോടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഡയഗ്രാംസ് ആണ്, അല്ലെ പിക്ചേഴ്സ് ആണ്, ബയോ റിയാക്ടറും ഒക്കെയാണ് വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത് ഏതാണെന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഇനി അടുത്തത് നമ്മുടെ ഡി ആണ്. ഡി, തേർഡ് ക്വസ്റ്റ്യൻ ഡി ആണ്. ഡി എന്ന് പറയുന്നത് സ്റ്റേജസ് ഓഫ് മൈറ്റോസിസ് ആണ്. അപ്പൊ ഇവിടെ സ്റ്റേജ് നിങ്ങളോട് എപ്പോഴും ചോദിക്കാറുള്ളത് മെറ്റാഫേസ് അല്ലെങ്കിൽ അനാഫേസ് ആണ്. ഒരു ബാച്ചിന് മെറ്റാഫേസ് ആണ്, അടുത്ത ബാച്ചിന് ചിലപ്പോൾ അനാഫേസ് ആയിരിക്കും. ഓക്കെ, അത് പെർമനന്റ് സ്ലൈഡ് വെച്ചിട്ടുണ്ടാവും. ആ സ്ലൈഡ് നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, ഏതാണെന്ന് നോക്കുക. ഇവിടെ പോയിന്റർ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് കറക്റ്റ് റീസണും എഴുതുക. അപ്പൊ അവിടെ ആ ഒരു കംപ്ലീറ്റ് റീസണും ഐഡന്റിഫിക്കേഷനും കൂടെ കൂട്ടിയിട്ടാണ് ഇവിടെ മാർക്ക് വരുന്നത്. 1 മാർക്കാണ് വരുന്നത്. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി അടുത്തതാണ് നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സ്പെരിമെന്റ്സിനും നമുക്ക് ലേബിൾഡ് ആയിട്ടുള്ള ഡയഗ്രാം വേണം. അപ്പോൾ ലേബിൾ ഡയഗ്രാം ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇവിടെ എയിമിന് ഒരു 1/2 മാർക്ക് ഉണ്ട്, അതുപോലെ ലേബിൾഡ് ആയിട്ടുള്ള ഡയഗ്രാമിനും 1/2 മാർക്ക് ഉണ്ട്. അങ്ങനെ ടോട്ടൽ എന്താണ്, നമുക്ക് 1.5 മാർക്സ് ആണ് വരുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലവർ സൊളാനേസിയിലാണ് ഏതെങ്കിലും ഒരു ഫ്ലവർ വെച്ചിട്ടുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ഫ്ലോറൽ വോൾ ആണ് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ഏതെങ്കിലും ഒന്നാണ് ഒരു ബാച്ചിന് വെക്കുക. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അതിന്റെ ടെക്നിക്കൽ ടേംസ് തന്നെ എഴുതുക. വെറുതെ അതും ഇതും എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അത് കറക്റ്റ് ആയിട്ട് ടെക്നിക്കൽ ടേംസ് തന്നെ എഴുതണം. അപ്പോൾ 3 ടേംസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ അതിന് ടോട്ടൽ സ്കോർ വരുന്നത് 1.5 മാർക്കാണ്. ഓക്കെ, ഫൈൻ. ഇനി അടുത്തത് ജി എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രാക്ഷൻ ആണ്. നെയിം ഓഫ് ദി ഇൻട്രാക്ഷൻ നിങ്ങൾ എഴുതുക. ഏതാണോ ഇക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് അവിടെ വെച്ചിരിക്കുന്നത് അത് ഐഡന്റിഫൈ ചെയ്യുക. അങ്ങനെ അതിന്റെ നെയിം എഴുതുക, പിന്നെ അതിനൊരു ഡിസ്ക്രിപ്ഷനും എഴുതുക. ഓക്കെ, അതിന് വരുന്ന ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 2 മാർക്സ് ആണ്. ഫൈൻ. ഇനി അടുത്ത വരുന്നത് നമ്മുടെ ഫൈനൽ ക്വസ്റ്റൻ ആണ്. നമുക്ക് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെന്താണ്, ആൻഡറിന്റെ സ്ലൈഡ് പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പൊ അവിടെ കറക്റ്റ് ആയിട്ട് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുക, സെഷൻ എടുക്കുക, അതുപോലെ തന്നെ ഡയഗ്രാം, ലേബിൾഡ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം വരയ്ക്കുക. അങ്ങനെ ടോട്ടൽ ആയിട്ട് അതിന് വരുന്ന മാർക്ക് എന്ന് പറയുന്നത് 3 മാർക്കാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് മീൻസ് ഫസ്റ്റ് ക്വസ്റ്റിനും അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റിനും ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. പിന്നെ അതേപോലെ ലേബിൾഡ് ആയിട്ടുള്ള ഡയഗ്രാം വരയ്ക്കേണ്ടത് നമ്മുടെ എക്സ്പെരിമെന്റ്സിന്റെ ഡയഗ്രാം ആണ് കേട്ടോ. യെസ്, ഇനി നിങ്ങളോട് വൈവ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് യൂഷ്വലി റിലേറ്റഡ് ടു എക്സ്പെരിമെന്റ്സ് ആണ്. ഇനി ദാറ്റ് ഇസ് ഓൾസോ അപ് ടു ദ എക്സാമിനർ. ഇനി എക്സാമിനറിന് ഇത് റിലേറ്റഡ് ആയിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് റിലേറ്റഡ് ഏതിൽ നിന്ന് നിങ്ങളോട് ചോദിക്കാം. പക്ഷെ കൂടുതലും ചോദിക്കാറുള്ളത് എക്സ്പെരിമെന്റ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫൈൻ. ഇനി നിങ്ങളുടെ പ്രാക്ടിക്കൽ ഡയറി ആണ് ലാസ്റ്റ്, അതിന് 2 മാർക്കാണ്. അപ്പോൾ എക്സാമിന്റെ ആ ഒരു ടെൻഷനും വെപ്രാളം കാരണം നിങ്ങൾ ആരും പ്രാക്ടിക്കൽ ബുക്ക് എടുക്കാൻ മറന്നു പോകരുത്. അതൊക്കെ നേരത്തെ തന്നെ പോയിട്ട് സീൽ ചെയ്ത് സൈൻ ചെയ്ത് വൃത്തിയിൽ എടുത്ത് വെക്കുക. തലേ ദിവസം തന്നെ നിങ്ങളുടെ ബാഗിൽ വെക്കുക. എന്നിട്ട് അടുത്ത ദിവസം കൃത്യമായിട്ട് കൊണ്ടുപോകുക. അത് മറന്നു പോകരുത്. ഓക്കെ,
ഇനി മിസ് ഒരു ചെറിയ കാര്യം കൂടെ പറയാം. അതായത് നിങ്ങൾക്ക് നമ്മുടെ ആർക്കിനെക്സിൽ ലാബ് നെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ഉണ്ട്. 99 റുപ്പീസിന് നിങ്ങൾക്ക് ഒരു പെർ സബ്ജക്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എല്ലാ സബ്ജക്ട്സിന്റെ ലാബ്സ് അവൈലബിൾ ആണ്. ഇനിയും ലാബ് എക്സാം എഴുതാനുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ കോഴ്സിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് എല്ലാ ലാബിന്റെയും എല്ലാ പ്രാക്ടിക്കൽസും വീഡിയോ ക്ലാസ്സസും ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് റെക്കോർഡഡും ഉണ്ട്, അതുപോലെ ലൈവ് ക്ലാസ്സസും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ അവിടെ ഡയറക്റ്റ്ലി ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഹിയർ ഇസ് എ നമ്പർ, യു ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട്. അങ്ങനെ ആവശ്യമുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒറ്റ ഒരു സബ്ജക്ട് പെർ സബ്ജക്റ്റിന് 99 റുപ്പീസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതെങ്കിലും ഒരു സബ്ജക്ട് ടഫ് ആണെങ്കിൽ ആ സബ്ജക്ട് മാത്രം ചൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ബോട്ടണിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി എക്സാം എഴുതാനുള്ള എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ തകർത്ത് എക്സാം എഴുതിയിട്ട് വാട്ടോ. ശരി, താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ, വിൽ മീറ്റ് അഗെയിൻ.